കരൂർ ദുരന്തത്തിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടന്ന പോലീസ്. ടിവികെ പ്രാദേശിക നേതാവും വിജയ്ക്ക് അനുകൂലമായി വീഡിയോ ചെയ്യുന്ന യൂട്യൂബറും അറസ്റ്റിലായിരിക്കുന്നു. ഒളിവിലുള്ള നേതാക്കൾക്കായി തിരുച്ചിറപ്പള്ളിയിൽ തെരച്ചിൽ തുടരുകയാണ്. മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാനാണ് നേതാക്കളുടെ നീക്കം. അതേസമയം ദുരന്തത്തിൽ മനം നൊന്ത് ടിവികെ പ്രാദേശിക നേതാവ് വി അയ്യപ്പൻ ജീവനൊടുക്കി. എൻഡിഎ സംഘവും കെ.സി. വേണുഗോപാലും അല്പസമയത്തിനകം കരൂരിലെത്തും. ഇപ്പോൾ പ്രതികളെ കോടതിയിലെത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇക്ബാൽ അറക്കിലും അഷ്കർ അലിയുമുണ്ട്. ആദ്യം ഇക്ബാലിലേക്ക്. ഇക്ബാൽ, ഇപ്പോൾ അറസ്റ്റിലായത് രണ്ടുപേരാണോ? ഒരു യൂട്യൂബറും പ്രാദേശിക നേതാവുമാണോ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്? ബാക്കിയുള്ളവർക്കായി തിരച്ചിലാണോ? സ്മൃതി, അതായത് നിലവിൽ ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ടിവികെ നേതാക്കളെയാണ്. ഒന്ന് കരൂർ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള മതിയഴകൻ, മറ്റൊന്ന് എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള പൗണ്ടാൻസ്. ഈ രണ്ടുപേരെയാണ് ഇപ്പോൾ വൈദ്യപരിശോധന, ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അല്പസമയം മുമ്പ് പോലീസ് ഈ കരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനും തന്നെ ഇവരുടെ വാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. ഏതായാലും ഇവരെ നിലവിൽ റിമാൻഡിൽ വിടാനുള്ള സാഹചര്യമാണ് ഉള്ളത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും ഈ രണ്ട് പ്രതികളെയും വിടുക. അതിനുശേഷം പിന്നീട് രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ കടക്കുന്നത്. ഇവർക്കൊപ്പം തന്നെയാണ് ഇപ്പോൾ വിജയ്ക്ക് വേണ്ടി വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിർമ്മിച്ച് പോസ്റ്റ് ചെയ്തിരുന്ന ഒരു യൂട്യൂബറെ കൂടി ഇപ്പോൾ ചെന്നൈ കേന്ദ്രീകരിച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ള ഈ മതിയഴകനും അതുപോലെ തന്നെ പൗണ്ട്രാജും, ഈ രണ്ടുപേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സംഘാടനത്തിൽ വന്നിട്ടുള്ള പിഴവുകൾ, നിയമലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. ഇതേ കേസിൽ ഇനി രണ്ട് ടിവികെ നേതാക്കൾ കൂടി പിടിയിലാവാനുണ്ട്. ടിവികെയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബുസി ആനന്ദ്, അതുപോലെ തന്നെ കോർഡിനേറ്റിംഗ് ചാർജുള്ള നിർമ്മൽ കുമാർ ഉൾപ്പെടെയുള്ള രണ്ട് ടിവികെ നേതാക്കൾ കൂടി ഈ കേസിൽ ഹാജരാവുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. തിരുച്ചിറപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഏതായാലും അത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇന്നലെ പോലീസിന്റെ പിടിയിലായിട്ടുള്ള മതിയഴകൻ, അതുപോലെ തന്നെ ഇന്ന് രാവിലെയോടുകൂടി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള പൗണ്ട്രാജ് എന്ന് പറയുന്ന രണ്ട് ടിവികെ നേതാക്കൾക്കെതിരായിട്ടുള്ള നടപടി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. രാവിലെയോടുകൂടി തന്നെ ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. ഒരു മണിക്കൂർ മുമ്പാണ് ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഇവരെ ഈ കാണുന്ന കരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇനി സമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. അതിനുശേഷം ഈ രണ്ടുപേരുടെയും റിമാൻഡ് ഇന്ന് തന്നെ ഉണ്ടാവുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. 15 ദിവസത്തേക്ക് ആയിരിക്കും ഒരുപക്ഷെ റിമാൻഡ് ഉണ്ടാവുക. അങ്ങനെ റിമാൻഡ് ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു കസ്റ്റഡി അപേക്ഷ പോലീസ് സംഘം ഈ കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നുള്ളതും പോലീസ് പറയുന്നുണ്ട്. കുറച്ച് നേതാക്കളെങ്കിലും ഒളിവിലുമാണ്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനം പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അഷ്കർ അലിയുമുണ്ട് കരൂരിൽ. അഷ്കർ, ഇപ്പോൾ കെ.സി. വേണുഗോപാൽ കരൂരിലെത്തുന്നു. അതോടൊപ്പം എൻഡിഎ സംഘവും അവിടെ എത്തുകയാണോ? നേരത്തെ മന്ത്രി നിർമ്മല സീതാരാമൻ സംഭവത്തിന് പിറ്റേ ദിവസം തന്നെ അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ എപ്പോൾ എത്തുമെന്നാണ് പറയുന്നത്? സ്മൃതി, 12 മണിയോടെ തന്നെ കെ.സി. വേണുഗോപാൽ അടങ്ങുന്ന സംഘം, അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ എംപിമാരടക്കമുള്ളവരുടെ സംഘമാണ് ഇവിടേക്ക് കരൂരിലെത്താൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഹേമ മാലിയുടെയും അനുരാഗ് താക്കൂറിൻ്റെ നേതൃത്വത്തിലുള്ള എൻഡിഎ സംഘം, ഈ രണ്ട് സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. അതുപോലെ അല്പസമയം മുമ്പ് കോയമ്പത്തൂരിൽ വെച്ച് മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. ഓരോ കുടുംബങ്ങളെയും, അഥവാ മരിച്ച 41 പേരുടെ കുടുംബങ്ങളെയും സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ എൻഡിഎ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. കരൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യും. എല്ലാ ആളുകളുടെയും അഭിപ്രായം കേൾക്കും. മാത്രമല്ല, രാജ്യത്ത് ഇനി ഒരിടത്തും ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കരുത് എന്നുള്ളതൊക്കെയാണ് എൻഡിഎ നേതാക്കൾ പറയുന്നൊരു കാര്യം. എന്നാൽ അതിനപ്പുറത്തേക്ക് കെ.സി. വേണുഗോപാലിൻ്റെ സന്ദർശനം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ രാഹുൽ ഗാന്ധി വിജയെ വിളിച്ച് ഏകദേശം 15 മിനിറ്റോളം സംസാരിച്ചെന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വിഷയത്തിലടക്കം കെ.സി. വേണുഗോപാൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും നിർണായകമാകും. വിഷയത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അതിൽ വ്യക്തത വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് വിജയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ വിജയോടൊരു അനുകമ്പയോടെയുള്ളൊരു സമീപനമാണ് രാഹുൽ ഗാന്ധി അടക്കം സംസാരങ്ങൾ ഉൾപ്പെടുത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വിജയെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക്, ഇല്ലെങ്കിൽ വിജയ്ക്ക് ഒരു ഐക്യദാർഢ്യമാകുന്ന രീതിയിലേക്കുള്ള പ്രതികരണം കെ.സിയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ശ്രദ്ധാപൂർവ്വം തന്നെ രാഷ്ട്രീയമായി തന്നെ കാത്തിരിക്കുന്ന ഒരു കാര്യം. മറുഭാഗത്താണെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം സജീവമായി തന്നെ നടക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി കൂടിയായിട്ടുള്ള അരുണ ജഗദീശൻ, അവരുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലുള്ള തീരുമാനവും അതുപോലെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ തന്നെ ഏറ്റവും പ്രധാനമാണ്. അതേസമയം സമൂഹ മാധ്യമങ്ങളിലുള്ള പ്രചാരണങ്ങൾക്കെതിരെ ഇപ്പോൾ വലിയ നടപടി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ആളുകളെ, 2 ടിവികെ പ്രവർത്തകരെയും ഒരു BJP പ്രവർത്തകനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഒരു യൂട്യൂബർ അഥവാ
ഫെറിക് ജെറാൾഡ് എന്ന ചെന്നൈയിൽ നിന്നുള്ള റെഡ് ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ചെന്നൈയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അതിൽ പ്രധാനമായി പറയുന്നത് സമൂഹ വിരുദ്ധമായിട്ടുള്ള ചില പ്രചാരണങ്ങൾ നടത്തി, കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചാരണങ്ങൾ നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അതേസമയം ടി.വി.കെ ഉന്നയിക്കുന്ന ആരോപണം പല വിഷയങ്ങളിലും ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയ്ക്ക് അനുകൂലമായ നിലപാടെടുത്ത ആളാണ് ഫെലിക്സ് ജെറാൾഡ്. അതുകൊണ്ട് ടി.വി.കെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ് യൂട്യൂബറായിട്ടുള്ള ഫെലിക്സ് ജെറാൾഡിന്റെ അറസ്റ്റ് എന്നുള്ള ആക്ഷേപം ഇപ്പോൾ കരൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.